നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഇസ്രായേൽ വൻ സാമ്പത്തിക പ്രതിസന്ധിയിൽ എന്ന റിപ്പോർട്ട്. യുദ്ധച്ചെലവും സാമ്പത്തിക ക്രയവിക്രയങ്ങൾ കുത്തനെ കുറഞ്ഞതും ഇസ്രായേലിനെ സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് നയിച്ചുവെന്നാണ് വിവരങ്ങൾ. അന്താരാഷ്ട്ര ക്രെഡിറ്റ് ഏജൻസിയായ മൂഡീസ് വെള്ളിയാഴ്ച ഇസ്രായേലിന്റെ സോവറിൽ ക്രെഡിറ്റ് റേറ്റിംഗ് A1 നിന്ന് A2 താഴ്ത്തിയിരുന്നു. ഇനിയും താഴ്ത്താൻ സാധ്യതയുള്ളതായാണ് റിപ്പോർട്ട്. യുദ്ധത്തിന്റെ സ്വാധീനത്തിൽ നിന്ന് സാമ്പത്തിക വ്യവസ്ഥയെ കരകയറ്റാനും വിപണിയുടെയും ക്രെഡിറ്റ് ഏജൻസികളുടെയും വിശ്വാസ്യത നേടാനും സർക്കാരും പാർലമെന്റും ഇടപെടണമെന്ന് ബാങ്ക് ഓഫ് ഇസ്രായേൽ ഗവർണർ അമീർ യാരോൺ ആവശ്യപ്പെട്ടു. ഹമാസിനെ തീർത്തുകെട്ടിയേ അടങ്ങുമെന്ന് പ്രഖ്യാപിച്ചിരിക്കുന്ന ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന് മുന്നിൽ സാമ്പത്തിക പ്രതിസന്ധി വൻ വെല്ലുവിളിയായി മാറിയിരിക്കുകയാണ്. ഇസ്രായേലിന്റെ ദീർഘകാല പ്രധാനമന്ത്രിയായി ബെഞ്ചമിൻ നെതന്യാഹുവിന് എല്ലാ രീതിയിലും വലിയ തിരിച്ചടിയായി മാറുകയാണ് യുദ്ധം. നിരവധി അഴിമതി ആരോപണങ്ങൾ നേരിടുന്ന നെതന്യാഹുവിനെ സംബന്ധിച്ചിടത്തോളം അധികാരം നഷ്ടമാവുക എന്നത് ചിന്തിക്കാനാകില്ല. എന്നാൽ യുദ്ധം നെതന്യാഹുവിന്റെ കസേര ഇളക്കിയേക്കാവുന്ന വെല്ലുവിളിയാണ് ഉയർന്നിരിക്കുന്നത്. ഇസ്രയേലിലെ കടുത്ത സാമ്പത്തിക പ്രതിസന്ധി രാജ്യത്തിനുള്ളിൽ തന്നെ വൻ പ്രതിഷേധത്തിന് വഴിയൊരുക്കുകയാണ്. ഗാസയിൽ ഇസ്രയേൽ സൈന്യം നടത്തിക്കൊണ്ടിരിക്കുന്ന ആക്രമണങ്ങൾക്ക് വേണ്ടി പ്രതിദിനം 2100 കോടിയോളം രൂപയാണ് നെതന്യാഹു സർക്കാർ ചെലവിടുന്നത്. പ്രതിരോധ സേനയ്ക്ക് വേണ്ടിയല്ലാതെയുള്ള എല്ലാ ഫണ്ടുകളും വെട്ടിക്കുറച്ചും മറ്റ് ചെലവുകൾ നിയന്ത്രിച്ചും മാത്രമേ കടബാധ്യതകളും വിലക്കയറ്റം പോലുള്ള സാമ്പത്തിക പ്രതിസന്ധികൾ നിയന്ത്രിക്കാൻ സാധിക്കൂ. എന്നാൽ കോഅലിഷൻ ഫണ്ട് വെട്ടിക്കുറയ്ക്കുകയോ സൈനിക ചെലവിലേക്ക് വകയിരുത്തുകയോ ചെയ്താൽ മുന്നണിയിലെ തീവ്ര വലതുപക്ഷ പാർട്ടികൾ ഇടയാൻ സാധ്യതയുണ്ട്. ഈ വിയോജിപ്പ് നെതന്യാഹുവിനെ അധികാരത്തിൽ നിന്ന് പുറത്താക്കാൻ പോലും കാരണമായേക്കും. വെസ്റ്റ് ബാങ്കിലെ അധിനിവേശ പ്രവർത്തനങ്ങൾക്കും ജൂത പാഠശാലകൾക്കും വേണ്ടി ഏകദേശം 29,000 കോടി രൂപയാണ് കഴിഞ്ഞ മെയ് മാസം നെതന്യാഹു സർക്കാർ മാറ്റിവെച്ചത്. ഏകദേശം 66,000 കോടി രൂപയുടെ സാമ്പത്തിക നഷ്ടം ഇതുവരെ സംഘർഷം മൂലമുണ്ടായ ഒരു രാജ്യമാണ് വലിയൊരു തുക ഇപ്പോഴും സഖ്യകക്ഷികളുടെ താൽപര്യങ്ങൾക്കായി മാറ്റിവെച്ചിരിക്കുന്നത്. നേരത്തെ തന്നെ ഇസ്രയേലിലെ തൊഴിൽ കാർഷിക മേഖല താറുമാറായിരിക്കുകയാണെന്ന് റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു. എല്ലാം പഴയപടി ആക്കിയെടുക്കാൻ ഇനി വർഷങ്ങളുടെ സമയം വേണ്ടിവരുമെന്നാണ് വിദഗ്ധർ പറയുന്നത്. മുൻകാല സംഘർഷങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഇത്തവണ ഇസ്രയേൽ സേനയിൽ റിസർവ് സൈനികരുടെ പങ്കാളിത്തം അധികമാണ്. ഇത് വിപണിയിൽ തൊഴിലാളികളുടെ എണ്ണത്തിൽ വലിയ കുറവാണ് ഉണ്ടാക്കിയത്. കാർഷിക വൃത്തി ഉൾപ്പെടെയുള്ള വിവിധ വ്യവസായ മേഖലകളുടെ നിലനിൽപ്പിന് തന്നെ ഇവ വലിയ ഭീഷണിയും സൃഷ്ടിക്കുന്നുണ്ട്. കാർഷിക മേഖലയിൽ 10,000 കർഷകരുടെ കുറവാണ് ഇസ്രയേലിൽ റിപ്പോർട്ട് ചെയ്തിരുന്നത്. നെതന്യാഹു സർക്കാരിന്റെ നയങ്ങൾക്കെതിരായ ജനകീയ പ്രതിഷേധങ്ങൾ രാജ്യത്തുണ്ടാക്കിയ അസ്ഥിരത നേരത്തെ തന്നെ ബാധിച്ചിരുന്ന സ്റ്റാർട്ടപ്പ് മേഖലയെ നിലവിലെ സംഘർഷം കൂടുതൽ വഷളാക്കി. ഇസ്രയേലിലെ പ്രധാന ടൂറിസം സീസണിനെയും സംഘർഷം വലിയ തോതിൽ ബാധിച്ചിരുന്നു. നെതന്യാഹു സർക്കാരിന്റെ മുൻഗണനകളാണ് ഇവിടെ ചോദ്യം ചെയ്യപ്പെടുന്നത്. ഇസ്രയേൽ തൊഴിൽ മേഖലയിൽ പെട്ടെന്നുണ്ടായ പ്രതിസന്ധി പരിഹരിക്കാൻ വെസ്റ്റ് ബാങ്കിൽ നിന്ന് തൊഴിലാളികളെ റിക്രൂട്ട് ചെയ്യാനും സർക്കാർ പദ്ധതിയിട്ടിരുന്നു. സാമ്പത്തിക ബാധ്യതകൾ നിയന്ത്രിക്കാനുള്ള പദ്ധതികൾക്ക് തീവ്ര വലതുപക്ഷത്തിന്റെ എതിർപ്പിനെ മറികടക്കാൻ നെതന്യാഹുവിന് ആകുമോ എന്നാണ് കണ്ടറിയേണ്ടത്. അതിനിടെ അഭയാർത്ഥികൾ തമ്പടിച്ച റഫേൽ കൂട്ടക്കൊലയ്ക്ക് തുടക്കം കുറിച്ച ഇസ്രായേൽ സൈന്യം ഇന്നലെ 28 പേരെയാണ് വധിച്ചത്. ലോകരാജ്യങ്ങളിലെ കടുത്ത എതിർപ്പ് അവഗണിച്ച് റഫയ്ക്ക് നേരെ കര-വ്യോമാക്രമണം ശക്തിപ്പെടുത്താൻ തന്നെയാണ് നെതന്യാഹുവിന്റെ തീരുമാനം. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.